വെൽക്കം ടു തൃശ്ശൂർ കിച്ചൺ ആൻഡ് വ്ളോഗ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ടക്കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട ഉപ്പിട്ട് പുഴുങ്ങി തോടെല്ലാം കളഞ്ഞ് നൂല് കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നൂല് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ മുട്ട കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഒരു 2 പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങയുടെ 1/4 പാലും, പിന്നെ ഒരു പാത്രത്തിൽ 2/2 പാലും 3/4 പാല്, പിന്നെ വിനാഗിരി. ഇതുകൂടാതെ നമ്മൾക്ക് ഒരല്പം വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് 2/2 പാലും 3/4 പാലും ഞാൻ ഒരുമിച്ചാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 പേർക്ക് ചോറ് തിന്നാനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാലിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുക. നമ്മൾക്ക് പാത്രത്തിലെ പാലെല്ലാം ഒന്ന് അല്പം വെള്ളമൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾക്കിതിനി നന്നായി തിള വരുന്നത് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കറി തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 250 ഗ്രാമോളം ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ മാറ്റി വെച്ചിരിക്കുന്ന 1/4 പാല് അഥവാ തലപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ തലപ്പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച് നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നാൽ മുട്ടയിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് താളിച്ച് ഇടണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ കടായി വെച്ചിട്ട് ചെറുള്ളി അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.